നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ചമ്മന്തി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചമ്മന്തിക്ക് മുളകൊന്നുമില്ല എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. മുളകുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തു. അപ്പോൾ കൊച്ചുള്ളിക്ക് കൂട്ടായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തു. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടല്ലോ നാരങ്ങ. പിന്നെ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുളക് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് പോയി. അപ്പോൾ കാന്താരി വിചാരിച്ച് പോയതാണ്. അതിലേക്ക് വളരെ കുറച്ചാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പോന്നു. ഒന്ന് ബുഷ് ഓറഞ്ച് കിട്ടിയതൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ തന്നു. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ഈ മുളകാണ് കിട്ടിയത്. ഈ മുളക് കുറേ ചീഞ്ഞ് പോയി. ഞാനങ്ങോട്ട് എത്താൻ വൈകിപ്പോയതാണ്. കാരണം അത് കണ്ടല്ലോ ചെറിയ കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കാന്താരി വളരെ കുറച്ചാണ് കിട്ടിയത്. ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ചമ്മന്തി റെഡിയാക്കണം. അവിടെയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ റെഡിയാക്കി നോക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരക്കാൻ പോകും കേട്ടോ. നമ്മൾ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അമ്മിക്കല്ലിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്മിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര വലിയ മുളകുണ്ടായത് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കട്ടോ. ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഞാനിത് അരക്കാൻ പോവുകയാണ്. അരക്കണം നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് കഴിയൂല കേട്ടോ. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നും കൂടി ചതച്ചിട്ട് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പും മുളകും കൊച്ചുള്ളി വെളുത്തുള്ളി അരച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള സാധനമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 2 പണിക്കാർ എനിക്ക് കഞ്ഞിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചമ്മന്തി റെഡിയാക്കുന്നത് കേട്ടോ. അടിപൊളി ചമ്മന്തിയാണ്. ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കി കഴിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ ഈ 2 കുരു ഇതിൽ ചാടി. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കൈ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. ഉപ്പ് കുറച്ച് കുറവാണ് കഴിച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പെടുത്തേ. അപ്പോൾ എന്ത് ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് കഴിക്കാനും തന്നെ സ്പൂൺ വെച്ചിട്ട് കഴിക്കണില്ലേറെ ടേസ്റ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു.